ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ദൈവത്തോളം വലിപ്പമുള്ള വചനം ഇന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ്. വചനം കേൾക്കുമ്പോൾ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കർത്താവ് തരും. വചനം പറയുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തൊരു ഫാമിലിയുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ ബ്ലെസ്സഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ ശക്തിയും നിൻ്റെ കൃപയും നിൻ്റെ ആത്മാവും ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാമല്ലോ. ഹല്ലേലൂയ. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ആമേൻ, ആമേൻ. അത് ഞാൻ നിന്റെ ലൈഫിലൊന്ന് തെളിയിക്കാൻ പോവാ. പക്ഷെ നീ ചെയ്യേണ്ടത് എന്താ? നീ എന്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്ക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്റെ കണ്ണുനീർ ദൈവത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. നിന്റെ നിലവിളി ദൈവത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞ് ഈ വാക്ക് എല്ലാം കൂടെ കോർത്ത് വെച്ചുകൊണ്ട് പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പം 4-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഒരു അളവ് എഴുതിയിട്ടുണ്ട്. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെട്ടു. ഒരാമയും വരുന്നില്ല. ഏതൊക്കെ ശക്തികൾ അലറിയാലും വാഗ്ദത്തം കേട്ടവൻ ഉറപ്പ് വേണം, അത് ദൈവം തരും. ഒരാമയും പറഞ്ഞാട്ട്, ഒരാമയും പറഞ്ഞാട്ട്. സമയം കഴിഞ്ഞു പോയി, ടെൻഷൻ എടുക്കരുത്. നീ വിചാരിച്ച സമയം കഴിഞ്ഞു, നീ കാത്തിരുന്ന സമയം കഴിഞ്ഞു. എന്നാ ദൈവം പറഞ്ഞു, എന്റെ സമയം കഴിഞ്ഞിട്ടില്ല. പൗലോസ് എന്ന് പറയുന്ന ഒരുത്തൻ നെഞ്ചു തിരിച്ചു പറയുക, കാമി അദ്രിയാക്കടലിൽ ഇളകിക്കോ, കാമി ഈശാനമൂലനോ കൊടുങ്കാറ്റോ അടിച്ചോ എനിക്ക് പേടിയില്ല, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ നടക്കും. പൗലോസ് മെലിത്തെ പാമ്പ് ചീറ്റിക്കോ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ നടക്കും. ആരെവിടെ ഇളകിയാലും ഞാൻ കേട്ടത് സംഭവിക്കും, ഞാൻ പ്രാപിച്ചത് സംഭവിക്കും. നിന്റെ മനസ്സിലോട്ട് വരട്ടെ വചനം, നിന്നിലോട്ട് വരട്ടെ ദൈവശക്തി. നിന്റെ പ്രാർത്ഥനാ വിഷയം കൊണ്ട് എല്ലാം കൂടെ ഒരു A4 ഷീറ്റ് പേപ്പറിൽ എഴുതി വെച്ച് താഴോട്ട് എഴുതി വെക്ക്. അതിന്റെ താഴെ എഴുതിക്കോ, സർവശക്തൻ. ഒരു ആമീൻ പറഞ്ഞാട്ട്. നീണ്ട വർഷങ്ങളായിട്ട് തരത്തില്ലെന്ന് വാദിച്ച വിഷയത്തെ ദൈവം പറയുക, എന്റെ പേര്. ചില ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോ അവര് ഞങ്ങളോട് പറയും, ബ്രദറെ ഭയങ്കര വിഷയ. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, അതിനെക്കാട്ടി ഭയങ്കരനാ ദൈവം. ഒരാമീൻ പറഞ്ഞാട്ടെ. നിന്റെ വിഷയത്തിന്റെ ഭയങ്കരത്വം നിനക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ നിന്റെ ദൈവത്തിന്റെ ഭയങ്കരത്വം നിനക്ക് അറിയാത്തോണ്ടാ. ദൈവത്തെ വലിയതായി കാണ്, പ്രശ്നങ്ങളെ ചെറിയതായി കാണ്. ഒരാമീൻ പറഞ്ഞാട്ടെ, ഒരാമീൻ പറഞ്ഞാട്ടെ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അബ്രഹാം മനസ്സിൽ പറയാ, എല്ലാം തീർന്നു. സാറ പറയാ, നക്ഷത്രം പോലെ തരാന്ന് പറഞ്ഞ എന്തിയേ, മണത്തരി പോലെ എന്തിയേ, എല്ലാം പോയി. അബ്രഹാമിനോട് പറയാ, നീ എന്റെ മുമ്പിൽ നടന്നു, നീ ഒന്ന് നിഷ്കളങ്കനായി ഇരിക്ക, എനിക്ക് നിന്റെ മേലൊന്ന് നടകൊള്ളണം. അന്ന് എന്റെ പേര് സർവശക്തൻ. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ ഇച്ചിരൂടെ കേറിയൊന്ന് പറയട്ടെ. മോശ ഇങ്ങോട്ടൊന്ന് വാ, നിന്റെ മേൽ ഞാനൊന്ന് കയറട്ടെ, എനിക്ക് മിസ്രൈമിലോട്ടൊന്ന് കയറണം. എന്തിനാ? ഫറവോന്റെ മുമ്പിൽ ഞാൻ സർവശക്തനാന്ന് കാണിക്കാൻ. ഉറപ്പുണ്ടല്ലോ? സ്തോത്രം ചെയ്യാവൂ. പ്രാർത്ഥിക്കുന്ന നീ ഇങ്ങോട്ടൊന്ന് വാ, നിന്റെ മേലോട്ടും ഞാനൊന്ന് നടകൊള്ളട്ടെ, എനിക്ക് നിന്റെ വിഷയത്തിനകത്തോട്ടൊന്ന് കയറണം. എന്റെ പേര് സർവശക്തൻ.
ഓ ഹല്ലേലൂയ. എവിടൊക്കെയോ ദൈവകൃപ ജ്വലിക്കുന്നു, എവിടൊക്കെയോ ദൈവകൃപ ഒഴുകുന്നു, എവിടൊക്കെയോ ദൈവാത്മാവ് ചലിക്കുന്നു, എവിടൊക്കെയോ പരിശുദ്ധാത്മാവിന്റെ ചലനം ഞാൻ കാണുന്നു. ആയിരക്കണക്കിന് ആത്മാക്കൾ ആരാധനയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ള ഒരേ വാക്തത്വം: മനുഷ്യന്റെ സമയം കഴിഞ്ഞു, പിശാചിന്റെ സമയം കഴിഞ്ഞു, നിന്നെ നോക്കി നിന്നവരുടെ സമയം കഴിഞ്ഞു, പക്ഷെ ഇത് ദൈവത്തിന്റെ സമയമാ. എനിക്ക് സർവശക്തനായി ഒന്ന് വെളിപ്പെട്ടാലേ പറ്റൂ. അതിന് ഒരേ ഒരു കാര്യം: നീ എന്റെ മുമ്പിൽ നടന്ന് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇവൻ വിശുദ്ധനായ. ഇനിയും നീ വീട് പണിയണ്ട, വീട് നടപ്പ് ശരിയാക്കിയാൽ വീട് വേറെ ആൾക്കാർ പണി. നീ കല്ലും മണ്ണും തപ്പാനൊന്നും പോണ്ട, അതൊക്കെ വലിയ കാശുള്ള ആളോട് പറയും പണിത് കൊടുത്തേരടാ. മിണ്ടുന്നില്ല. നടക്കിപ്പ് ക്രമപ്പെട്ടാൽ കാര്യങ്ങൾ ക്രമപ്പെടും. നടപ്പിന് വ്യത്യാസം വരുത്തിയാൽ ഇരിപ്പ് നിത്യതയിലാകും. നടപ്പ് ശരിയാക്കിയാൽ ഇരിപ്പിടം നിത്യതയിൽ ഉറപ്പാ. ഇബ്രായ ലേഖനത്തിൽ ഇച്ചിരൂടെ നല്ലൊരു വാക്യമുണ്ട്, എരിവ് കൂടിയൊരു വാക്യം. ഇബ്രായർക്ക് എഴുതിയ ലേഖന കേട്ടോ, ഒന്ന് വായിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. 12-ാം അധ്യായം, സ്തോത്രം, 13-ാം വാക്യം. നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന്. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ. ഇപ്പോഴേ മുടന്ത ഉളുക്കാതിരിക്കാനാ പറയുന്നത്. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ, ഉളുക്ക് വീഴാതിരിക്കാൻ, ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. ഒരാമീൻ പറഞ്ഞാട്ട് നിന്റെ വഴി ഒന്ന് തിരിച്ചു വിട്ടാൽ ഇപ്പം മുടന്തി കിടക്കുന്നത് ഉളുക്ക് വീഴാതെ ഭേദം വന്ന് നിന്റെ പാതയൊന്ന് നിരപ്പാക്കാൻ നീ ഒന്ന് തയ്യാറാകുക. 2 പ്രത്യേക താക്കീത് ദൈവം തന്നു. നമ്മൾ എടുക്കാൻ പോകുന്ന ഏതോ ഒരു സ്റ്റെപ്പിൽ, നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു പാതയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു റൂട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും ദൈവം. ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും ആ റൂട്ടിൽ ഒരു ക്രമീകരണം വരുത്തണമെന്ന്. അത് എപ്പം ബോധ്യപ്പെടുന്നു അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കാൽ വലിക്കുക. ഇവിടെ നടപ്പ് ശരിയായാൽ നിത്യതയിൽ ഇരിപ്പിടം ശരിയാകും. ഒരാമയും പറഞ്ഞാട്ട് നമ്മൾ ദൈവത്തിന് സ്തോത്രം. മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക് പറയുക, ഒരു സ്ത്രീ പറയുക, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇവൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. ഹല്ലേലൂയ. അവൻ്റെ നടപ്പിലറിയാം അവൻ വിശുദ്ധനാണ്. ആമേൻ. 119-ാം സങ്കീർത്തനം 101-ാമത്തെ വാക്യം. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. എന്റെ കാൽ ഞാൻ വിലക്കുന്നു. വഴി മാറി ഓടുന്നവരോടാ യഥാർത്ഥ വഴിയിലേക്ക് വരിക. 2, സകലത്തിൽ നിന്നും വിലക്കേണ്ടതിനെ നിന്റെ കാലൊന്ന് വിലക്കുക. ഞാൻ ഫലം കായ്ക്കാവുന്ന വിഷയത്തിലേക്കാണ് വരാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. അപ്പം വിശുദ്ധന്മാർക്ക് പോകേണ്ട ഒരു വഴിയുണ്ട്, ആ വഴിയിൽ കൂടെ പോകാവൂ. കാരണം നിത്യതയിൽ വരെ എത്തുന്ന യാത്രയാണത്. ഹല്ലേലൂയ. ഈ എഫെസ്യ ലേഖനം പഠിക്കുമ്പം പൗലോസ് പറയുന്നുണ്ട് സ്നേഹത്തിൽ നടപ്പീൻ. കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട് കൂട്ടായ്മയിൽ നടപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു വിശ്വാസത്തിൽ നടപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പം ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. സ്നേഹത്തിൽ നടക്കുക, വിശ്വാസത്തിൽ നടക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഇതെല്ലാം ചെയ്താൽ അടുത്ത നമ്മൾ കൊലോസ്യത്തിൽ വായിച്ച വാക്യത്തിലാണ് വരുന്നേ. ദൈവത്തിന് സ്തോത്രം. വാക്യം ഇതാണ്, സൽപ്രവർത്തിയിൽ ഫലം കായ്ക്കുക. ഇത് പ്രസംഗിക്കാനാ വരുന്നേ. ഹല്ലേലൂയ. ഇന്ന് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പറ്റുന്ന അത്രയും പറയാം. ആമേൻ. ഇന്ന് തൊട്ടേച്ച് പറ, ഫലം കായ്ക്കണമെന്ന് പറ. ഹല്ലേലൂയ. അപ്പം ഇങ്ങോട്ട് നോക്കിയേ,
നമ്മളൊരു മാവ് നട്ടാൽ ചുമ്മാതെ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ മാവ് വളരാൻ വേണ്ടിയാണ് മാവ് നടുന്നത്? അല്ല, മാവിനകത്തെ മാങ്ങായാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലേ? ഒരു മാങ്ങയുടെ കുരു ഹോർലിക്സ് കുപ്പിക്കകത്തിട്ട് വെച്ചാൽ 100 വർഷം അത് മാങ്ങാക്കുരുവായിട്ടിരിക്കും. ആ മാങ്ങയുടെ കുരു ഒരു കുഴി വെട്ടി മണ്ണിലിട്ടാൽ 1-ാം വർഷം അത് മാന്തയ്യാകും, 2-ാം വർഷം അത് മാവാകും, 3-ാം വർഷം 1000 മാങ്ങ പുറത്തു വരും, 10 വർഷമാകുമ്പോഴത്തേക്ക് 1 കോടി മാങ്ങ പുറത്തു വരും. പുറത്തു വരേണ്ട 1 കോടി മാങ്ങയാണ് നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു മാങ്ങ. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അവൻ്റെ അകത്തെ പ്രതീക്ഷയാണ്. ദൈവത്തിൻ്റെ പ്രതീക്ഷയാ ഇവിടെ ഇരിക്കുന്നവർ. ഒരാമയും പറഞ്ഞാട്ട്. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം. അത് മനുഷ്യർക്ക് വാസയോഗ്യമായി തന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ പരദേശികളാണ്, സ്വന്തമായ വീടല്ല. അതുകൊണ്ടാണ് നമ്മൾ കരം കൊടുക്കുന്നത്. എനിക്ക് 4 ഏക്കർ കോട്ടയത്തുണ്ട്, ഗുണമില്ല, കരം കൊടുക്കുന്നുണ്ട്, പാട്ടമാണ്. അപ്പം നമ്മുടെ അല്ല. ഇവിടെ നമുക്കില്ല, അവിടെ നമുക്കുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്. ചിലർക്ക് ഇവിടെയുള്ള അവിടെ ഒന്നുമില്ല. പണ്ട് ഒരു സായിപ്പിൻ്റെ ഒരു മദാമ്മയുടെയും വേലക്കാരുടെയും കഥ കേട്ടിട്ടുണ്ട്. മദാമ്മ ഭയങ്കര കാശുകാരിയാണ്, പക്ഷെ ഭയങ്കര പിശുക്കിയാണ്. പിശുക്കിയായ മദാമ്മ പള്ളിയിൽ പോകുമ്പോൾ 1 രൂപയായിരുന്നു സ്വത്രാച്ചിട്ടുകൊണ്ടിരുന്നത്. പാവം മദാമ്മയുടെ വീട്ടിലെ ജോലിക്കാരി അവർക്ക് 1000 രൂപ ശമ്പളം ഉള്ളതിൽ അവർ 100 രൂപ പള്ളിയിൽ പോകുമ്പോൾ ഇടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവന ഇങ്ങനെ, ഇതൊരു ഭാവനയാണ് കേട്ടോ. മദാമ്മ ആദ്യം മരിച്ച് അങ്ങ് അവിടെ ചെന്നു, സ്വർഗത്തിൽ ചെന്നപ്പം ദൂതന്മാർ കൊണ്ടുപോയി മഞ്ഞു, വേണ്ട നിൻ്റെ ജോലിക്കാരിയുടെ വീട് പണിയാണ്. അത് കണ്ടു, എൻ്റെ ദൈവമേ, എൻ്റെ ജോലിക്കാരിയുടെ വീട് ഇത്ര തീർന്നില്ല കേട്ടോ, അവളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ജോലിക്കാരുടെ വീട് എൻ്റെ എന്തായിരിക്കും? അവിടെ ചെന്നപ്പോൾ 4 കാല് പറക്കി വെച്ചിട്ടേ ഉള്ളൂ, ഓല പോലും വെച്ചിട്ടില്ല. അറിഞ്ഞു, ഇത്രയൊക്കെ ഉള്ളതേ നീ കൊടുത്തിട്ടുള്ളൂ. പോട്ടെ, ഒരു ഭാവനയായി, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പം ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ വലിയൊരു ഭാവത്തിലൂടെയാണ് വരുന്നത്. അപ്പം ഈ ഭൂമി ദൈവത്തിൻ്റെ തോട്ടമാണ്, ദൈവത്തിൻ്റെ തോട്ടമാണ്. ആ തോട്ടത്തിലെ വൃക്ഷങ്ങളാണ് നമ്മൾ. ഒരാമയും വരുന്നില്ല. ഇവിടെ ബൈബിളിലുണ്ട്, ഹല്ലേലൂയ, നട്ട വൃക്ഷത്തിൻ്റെ ഫലം തേടി വരുന്ന തോട്ടക്കാരനെ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തിനാ? നിന്നിലെ ഫലം ഭുജിക്കാൻ. ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ യോഹന്നാൻ 15 വായിക്കുന്നുണ്ട്, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങളോ ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകൾ. കോട്ടയത്തിൻ്റെ വിരിമാറിൽ യേശുക്രിസ്തു വന്ന മുന്തിരിവള്ളി പടർന്നു കിടക്കുന്ന മുന്തിരിവള്ളിക്കകത്തൂടെ ഒരു കൊമ്പ് തലപൊക്കി നിൽക്കുക. അതിൻ്റെ അറ്റത്തോട്ട് നിന്റെ പേരെഴുതി തൂക്കിക്കും. ഒരാമയും പറയണം. ആ കൊമ്പിൽ കൂടെ വേണം ഫലം പുറത്തു വരാനായി. ഒരു നല്ല ആമയും പറഞ്ഞാട്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന ഒരു സന്ദേശം പറയാം. നീ ഫലം കായ്ക്കേണ്ട സമയമായി. യോഹന്നാൻ 15:16 കാണാതറിയുന്ന വാക്യം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിന്? പോയി ഫലം കായ്ക്കണം. അടുത്തത് ഫലം നിലനിൽക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് പറയാനുള്ള സന്ദേശം, സസ്യത്തിന് ഒരു ചെടി വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ ചെടിക്കൊരു നിയമമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മണ്ണിൽ ദൈവത്തിന് സ്തോത്രം നാട്ടിയാലേ ദൈവത്തിന് സ്തോത്രം അത് കിളിക്കൂ. ഇപ്പൊ വെള്ളത്തിൽ കിളിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവം ഒരു പദ്ധതി ഇട്ടാൽ മണ്ണില്ലാതെയും വെള്ളമില്ലാതെയും കിളിക്കും. ആമേൻ. അഹരോന്റെ വടി കിളുത്തത് എങ്ങനെയാ? മണ്ണില്ല, വെള്ളമില്ല, ചുമ്മാ കമ്പങ്ങോട്ട് വെട്ടിയിട്ടത് ഒറ്റ രാത്രി കൊണ്ട് തളർത്തു പൂത്ത് ഫലം വെളിപ്പെടുത്തി. ഒരു ജന്മം നടക്കാത്തത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്യാൻ കഴിവുള്ളൊരു ദൈവത്തെയാ നീ ആരാധിക്കുന്നത്. നിന്നെ ഫലവത്തായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന വർഷമാകട്ടെ, നിന്റെ സന്തതികളെ മാനിക്കുന്ന വർഷമാകട്ടെ, നിന്റെ കൂടാരത്തിനകത്തു നീ തലപൊക്കി നിൽക്കുന്ന വർഷമാകട്ടെ. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം
ഈ ധരണത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുക, പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ ആഗ്രഹിക്കുക. ഈ യോസഫിനെ സഹോദരന്മാരെല്ലാം കൂടെ തകർത്തല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അവൻ്റെ ഉടുപ്പെല്ലാം അമ്മി വലിച്ചു പൊട്ടിച്ച് അവൻ കൊണ്ടുപോയി ദോശകുമാരെല്ലാം കൂടെ കഴിച്ച് പൊട്ടക്കുടിക്കകത്തിട്ട് അവിടുന്ന് കയറെ കയറ്റി അമ്മി ഈ കച്ചവടക്കാർക്ക് വിറ്റ് അവർ സാമ്പ്രാണി വിപ്പിച്ച് അവിടെ ചെന്നപ്പോൾ പൊത്തിപ്പറിൻ്റെ ഭാര്യ കിറ്റക്സിൻ്റെ ലുങ്കിയും പിടിച്ചുകൊണ്ട് പുറകെ ഓടിയതും സ്തോത്രം, പിന്നെ ഇരുമ്പഴിക്കകത്ത് പോയതും ഒക്കെ അറിയാം. അമ്മി എല്ലാം കഴിഞ്ഞ് അവൻ രാജ്യത്തിൻ്റെ രണ്ടാമനായി വാണച്ച് തിരിച്ചു വന്നപ്പോഴേ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് വെളിപ്പാട് പറയുക. ചിലവന്മാരെയൊക്കെ മക്കളെ നോക്കി വെച്ച് പാമ്പാന്നും പഴുതാരയാന്നും ഒക്കെ പറഞ്ഞേച്ച് ഇവനെക്കുറിച്ച് പറയും, ഇവൻ പാമ്പല്ല പഴുതാരയല്ല, യോസഫ് ഫലപ്രദമായോ ഒരു വൃക്ഷം. അവന്റെ കൊമ്പ് മതിലുകളുടെ മേലോട്ട് പടർന്നു. പ്രാർത്ഥിക്കുന്ന നിന്നെ ഒതുക്കാൻ ചിലര് കെട്ടിയ മതിലിന്റെ മീതെ നിന്റെ കൊമ്പുകളെ പടർത്തി, നിന്റെ ദേശത്ത് വിടർത്തി, നിന്റെ ദേശത്ത് വിരിച്ച്, നിന്റെ ദേശത്ത് ഫലം കായ്പിച്ച് നിർത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. പിന്നെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഫലമുള്ള വൃക്ഷത്തിന് ഏറുണ്ട്. ഹല്ലേലൂയ. പാപ്പച്ചൻ്റെ പുരാടത്തില് ഒരു മാവ് നിപ്പുണ്ട്. ഉലകത്തിൽ ഒരുത്തൻ പോലും ഇന്ന് എറിഞ്ഞിട്ടില്ല, കാരണം അതിൽ ഇന്ന് വരെ മാങ്ങ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അപ്പുറത്തെ ബാബുവിൻ്റെ സ്തോത്രം മാവേല് മാങ്ങായ നാട്ടിലെ മുഴുവൻ കല്ലും അതിൻ്റെ ചുവട്ടിലുണ്ട്. സ്തോത്രം. അവരുടെ അവർക്കിനി ഒരു സ്ഥലത്ത് മതില് കെട്ടാൻ കല്ലിറക്കണ്ട, പിള്ളേർ എറിഞ്ഞു കൊടുത്തോളും കല്ല്. അതുപോലെ കല്ല ഏറുകൂടുമ്പോൾ ഓർത്തോണം, ഫലം വലുതാണ്. പിന്നെ നിന്നെ ഫലം കായ്ക്കുന്നോണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കണ്ണിൽ കണ്ടൊരാഴ്ച ഒരു മനുഷ്യനുണ്ട്, ഒരു കോടീശ്വരനായ മനുഷ്യനെ എൻ്റെ അടുക്കൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കുറേ വർഷം മുമ്പാണ് കേട്ടോ, സ്തോത്രം. അപ്പം അദ്ദേഹം അമേരിക്കയിൽ പോവുക. അപ്പം അദ്ദേഹത്തിന് മാവുണ്ട്. അദ്ദേഹം എന്താ ചെയ്യുന്നറിയോ, അതിൽ 1 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ മാവിൻ്റെ മണ്ട മുറിച്ചിട്ട് പോയി. അപ്പോൾ പുള്ളി അമേരിക്ക നിൽക്കുമ്പോൾ മാങ്ങ ഉണ്ടാകുകയില്ല. ആ വർഷം പൊട്ടിക്കിളിച്ച് പുള്ളി വരുമ്പോഴത്തേക്ക് മാങ്ങ പാകമാവും. ചിലർക്ക് സ്തോത്രം എന്നാ ഉണ്ടെങ്കിലും ആർക്കും ഒരു ഗുണവുമില്ല. ഞാൻ ഒരു മനുഷ്യനെ കാണാൻ ചെന്നു, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ഓർമ്മ. ഇവിടെ കാണാൻ ചെന്നപ്പം അച്ഛൻ്റെ 2 കാലും ഒടിഞ്ഞ് ഇങ്ങനെ പെടലിയെല്ലാം ഇങ്ങനെ വെച്ച് കെട്ടി കയ്യും ഇങ്ങനെ വെച്ച് കെട്ടി ഇങ്ങനെ കിടക്കുക. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? എന്നാ പറയാൻ, ആക്സിഡൻ്റാന്ന് പറഞ്ഞു. അവിടുത്തെ അമ്മാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ ഇത് വരണം. ഒരു 4 ഏക്കറിനകത്ത് മുഴുവൻ മനോഹരമായ വൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചേച്ച് നല്ലൊരു കൊട്ടാരം പോലെ വീടും വെച്ചേക്കുക. അതിൻ്റെ അങ്ങേറ്റത്ത് നിന്ന് ഒരു മാവേന്ന് അപ്പുറത്തെ അവൻ്റെ പുരടത്തിലോട്ട് ആ മാവേന്ന് ഒരു 10-20 മാങ്ങ ഇങ്ങനെ നിന്നേനെ ഏണി വെച്ച് കയറി ആ മാങ്കമ്പ് വടം കൊണ്ട് വലിച്ച് കെട്ടി അതിനിടയ്ക്ക് ഏണി പൊട്ടി താഴെ വീണു. കണ്ടോ? ഈ കോടീശ്വരൻ്റെ 6 മാങ്ങ അയലോക്കത്തുകാരന് കിട്ടാതിരിക്കാൻ കയറിയവനാ. ആൻറ്റി പറയാ അങ്ങനെ തന്നെ വരട്ടെ. ഞാനും പറയുന്നു അങ്ങനെ തന്നെ വരാം. നിനക്ക് നന്മ തന്നോണ്ട് അയൽവക്കത്തവന് ഒരു നുള്ളു ഉപ്പിന്റെ ഫലമില്ലേ, പിന്നെന്നാ പ്രയോജനം? ആമേൻ. ഇങ്ങോട്ട് സഹകരിച്ച് ഹല്ലേലൂയ. ഒരു പിച്ചക്കാരൻ വരുമ്പോ 1 കോടി രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കണ്ട, 10 രൂപ കൊടുക്കോ. ഇങ്ങോട്ട് സഹകരിച്ചേ. എന്തിന് നമുക്ക് നന്മ? എന്തിന്? ഹല്ലേലൂയ. മുഴുവൻ കോടികൾ സ്വരൂപിച്ചു വെച്ച കേരളക്കാരൻ കണ്ടില്ലേ, ഇതുപോലൊരു ഭാഗ്യം കൊണ്ട് ഓടിയില്ലേ? ഹെലികോപ്റ്റർ വന്നിരുന്നില്ലെങ്കിൽ എത്രയോ പേരുടെ ഗവൺമെന്റ് കനിഞ്ഞില്ലായിരുന്നെങ്കിൽ, വള്ളക്കാരിറങ്ങിയില്ലായിരുന്നെങ്കിൽ എത്രയോ വീടുകൾക്കകത്തുനിന്ന് ശവങ്ങൾ കൂമ്പാരമായി വാരിയിറക്കേണ്ടി വന്നേനെ. ഇന്നലെ പെരുമ്പാവൂരുടെ വണ്ടി ഓടിച്ചു പോരുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. അറിയപ്പെടുന്ന ഒരു ഫേമസ് ബാങ്കിനകത്ത് മുഴുവൻ രേഖകളും റോഡിലിട്ട് ഉണക്കുന്നു. മുഴുവൻ വെള്ളം കയറിപ്പോയി, ലോണിന്റെ പേപ്പറുകളെല്ലാം. ഇങ്ങോട്ട് സഹകരിക്കണം. രാത്രി ബാങ്ക് അടിച്ചു പോയി, നേരം വെളുത്തുമ്പോ ബാങ്കില്ല. ചുമ്മാ ഒരു ഉറവ തുറന്നു വിട്ടേ ഉള്ളൂ കുഞ്ഞെ പരിപാടി തീരാൻ. അങ്ങനെ ഒരു ലോകത്തിലാ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു. സ്തോത്രം. പോലീസ് മാറി നിൽക്ക് എന്തോ ഒരു വീട് ഇടിയാൻ പോവാ. ഒരു 2 നില കൊട്ടാരം 1 മിനിറ്റ് കൊണ്ട് ഇടിഞ്ഞ് നിലത്ത് ഭൂമിയോട് പറ്റി. ഒരു കുലുക്കത്തിലും വെള്ളത്തിലും ഇതക്കത്തിലും ഞാൻ പറയുന്നത് വിലയുള്ളതിനെ കുറിച്ചാ. ഈ ഓട്ടങ്ങളൊക്കെ ഇവിടെ നിശ്ചലമാകും.
നിന്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം, ബ്ലഡിനൊരു കൊച്ചു കുഴപ്പം വന്ന നിന്റെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം പറയാം, അപ്പോഴും മാറ്റമില്ലാത്ത ഒന്നാ ദൈവവചനം. അപ്പോഴും മാറ്റമില്ലാത്ത ഒന്നാണ് നിത്യത. രണ്ടു പ്രാവശ്യം ഇപ്പൊ വീണു. കൂടെ കൂടെ വീഴുക. അപ്പൊ പിന്നെ ഭയങ്കര പേടിയാ, നടക്കാൻ പറ്റത്തില്ല ഇപ്പൊ. വീക്കായിട്ട് കൈ പൊക്കാൻ പറ്റുന്നില്ല. കാല് വീക്കായിക്കൊണ്ട്. ഇങ്ങോട്ട് നീ കൈയാന്ന പൊങ്ങത്തില്ലെന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കാം, ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന്, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്. ആന്റി ഇങ്ങോട്ട് കണ്ണ് തുറക്ക, എന്നെ ശ്രദ്ധിക്ക്. ആന്റി ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. യേശുവേ, വിരല് നേരെ പിടിച്ചു. ബലമൊന്നും പിടിക്കണ്ട, ചുമ്മാ കൈ വിട്ടേ, കണ്ണ് തുറന്ന് പ്ലീസ്. പിന്നെ ആന്റി ഇപ്പൊ പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ആഹാ, മസിൽ വിട്ടേ. എന്തിനാ മസിൽ പിടിക്കുന്നത്? ജീസസ് സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യെസ്, സൗഖ്യം. പവർ. ഹല്ലേലൂയ. ഇവിടെ അസ്ഥികളിൽ വിടുതൽ, അസ്ഥിയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം. യെസ്, ഇവിടെ കൈ തൊട്ട് കാല് വരെ അസ്ഥികളെ ബന്ധി. ഇനി ഇങ്ങോട്ട് നടന്നേ. പിന്നെ ഓ ഓ ഓ ഓ യേശുവേ, ഓ ഇച്ചിരി സ്പീഡ് വാ. എറണാകുളത്തുകാര് പറയുന്നത് നടക്കാൻ പറ്റത്തില്ലെന്നാ, പക്ഷേ ഓ ധൈര്യമായിട്ട് പോയിരുന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് തോന്നില്ല ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈവച്ച്, നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ മീതെ യേശു കരം വെച്ച് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. വലിയ മല പോലെ അവർക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം മഞ്ഞുപോലെ ഉരുകിപ്പോകട്ടെ. യേശുവിൻ്റെ നാമം വിജയിച്ച നാമമാണല്ലോ. ഈ നാമത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വലിയ ശക്തി അവിടെ നിറങ്ങണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് നിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ കൂട്ടാളിയാകാം. എന്നും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് ഈ ശുശ്രൂഷയെ സഹായിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഉടനെ നിങ്ങൾ ഫോൺ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. നമുക്കതിനായി കൈകോർക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കൂട്ടായി പ്രാർത്ഥിക്കാം, കൂട്ടായി പ്രവർത്തിക്കാം. കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ നിങ്ങളെ വർദ്ധിപ്പിക്കുകയും നിറവിനാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ. യഹോവ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.